വർഷത്തിൽ ഒരിക്കൽ മാത്രം കാണപ്പെടുന്ന ഒരു അപൂർവ ദിവസമാട്ടോ ഇന്ന്. എന്താണെന്നല്ലേ, വേറൊന്നുമല്ല, ഞങ്ങൾ രണ്ടും ഒരുമിച്ച് പുറത്ത് നടക്കാനായിട്ട് ഇറങ്ങുന്നത്. കഴിഞ്ഞ വിൻ്ററിലാട്ടോ നമ്മൾ ഒരുമിച്ച് പുറത്തോട്ട് ഇറങ്ങിയത്. ഇപ്പോഴത്തെ ഓട്ടം സീസണിലും എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല, ആൾക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ആൾക്ക് ഇങ്ങനെ പുറത്തു പോകാനും ഒരു ദിവസം മാത്രമേ പോയുള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വന്നേക്കുന്നു. എന്താണെന്നറിയില്ല, തണുപ്പ് കൂടിയതിൻ്റെ ആണെന്ന് അറിയാൻ പാടില്ല. ഏതായാലും ഇത്തവണ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഒരു 5 ഡിഗ്രി 6 ഡിഗ്രിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ജാക്കറ്റും തൊപ്പിയും എല്ലാം വെച്ചാൽ പോയത്. കാരണം നല്ല കാറ്റുണ്ടായിരുന്നു. ഇന്ന് പകൽ മൊത്തം നല്ല കാറ്റായിരുന്നു. അത് കാരണം എല്ലാം എടുത്ത് സേഫ്റ്റിക്ക്. കാരണം കാടിൻ്റെ അങ്ങോട്ടാണല്ലോ പോകുന്നത്. അതുകൊണ്ട് ഇച്ചിരി തണുപ്പ് കൂടുതലായിരിക്കും. എന്തായാലും അവൾ നടക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ഇറങ്ങിയതല്ലേ, അത് കാരണം ഇച്ചിരി ദൂരത്തോട്ട് കൊണ്ടുപോകാമെന്ന് കരുതി. ഞാൻ മുമ്പ് പ്രാവശ്യം വന്ന വഴി കേട്ടോ, ആ വഴി കൂടെ തന്നെ പോയത്. പക്ഷേ അന്ന് എനിക്ക് ഇച്ചിരി ദൂരം തോന്നി. പക്ഷേ ഇന്ന് വന്നപ്പോൾ എനിക്ക് അത്ര ദൂരം തോന്നിയില്ല കേട്ടോ. ഓൾറെഡി വഴിയൊക്കെ അറിയാവുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ വഴികളിലാണെങ്കിൽ മൊത്തം ഇവിടെ അങ്ങ് വീടുകളൊന്നും ഇല്ല കേട്ടോ. വലിയ അവിടെ ഇവിടെയൊക്കെ ഓരോ വീടുകളുണ്ട്. ചിലതിലൊന്നും ആൾതാമസം പോലും ഇല്ല. ഭയങ്കര പ്രേതക്കാട് പോലെ കിടക്കുമായിരുന്നു. അവിടെയൊക്കെയാണെങ്കിൽ നിറച്ച് മറ്റേ റാസ്ബെറി ഇല്ലേ, അതിൻ്റെ ചെടികളൊക്കെ ആയിട്ട് ഇങ്ങനെ തിറഞ്ഞു നിൽക്കുമായിരുന്നു. അന്ന് ആ ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് സത്യത്തിൽ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഒരുപാട് പറിക്കാമായിരുന്നു എന്ന് തോന്നുന്നു. അവിടുത്തെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും ഞാൻ പണ്ടെന്നോ വായിച്ച ഏതൊക്കെയോ കഥകളിലെ സ്ഥലങ്ങളായിട്ടൊക്കെ എനിക്ക് തോന്നും കേട്ടോ. മൊത്തം നല്ല ഗ്രാമപ്രദേശവും അവിടെ ഇങ്ങനെ പശുക്കളും പിന്നെ ഒരുപാട് മറ്റേ തലയിലൊക്കെ ഇങ്ങനെ തുണിയൊക്കെ കെട്ടി ബേക്കിംഗ് ഒക്കെ ചെയ്യുന്ന ചേച്ചിമാരും അങ്ങനത്തെ എന്തൊക്കെയോ. അതൊക്കെ ആയിട്ട് എനിക്ക് ഇതിലേക്കൂടെയൊക്കെ നടക്കുമ്പോൾ കൂടുതൽ ഓർമ്മ വരുന്നത്. ഏതായാലും കുറച്ച് ദിവസം കൂടെ നമുക്കിങ്ങനെയൊക്കെ നടക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോഴേക്കും മഞ്ഞായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് നടക്കാനായിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഐസും, പിന്നെ അങ്ങ് സുഖമാണ്. ഏകദേശം 1.25 മണിക്കൂറോളം നടന്നിട്ട് നമ്മൾ പിന്നെ തിരിച്ചു പോന്നു കേട്ടോ.